സോ വെൽക്കം ടു മൈ ചാനൽ അഗെയിൻ. ഇന്ന് ഞാനൊരു സാധാരണ വീഡിയോ അല്ല, സ്പെഷ്യൽ വീഡിയോ ആണ്. അതാണ് ഇന്ന് നമ്മുടെ റൂബിക്സ് ക്യൂബ്. അതിനെക്കുറിച്ച് നമ്മൾ ഫുള്ള് എല്ലായിടെയും കളറാക്കുന്നത്, എല്ലായിടെയും ഒരേ കളറാക്കുന്ന പോലെയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ എനിക്കത് അറിയാം. സോ ഫസ്റ്റ് ഇതെല്ലാം നമുക്ക് ആക്ച്വലി ഫുള്ള് മോശമാക്കാം. സോ എനിക്ക് വേണ്ടത് ഗ്രീൻ കളറാണ്. സോ ഗ്രീന് നേരെ ഓപ്പോസിറ്റ് കളർ ബ്ലൂ ആണ്. സോ നമ്മൾ ബ്ലൂവിൻ്റെ 4 പ്ലസ് ചിഹ്നം പോലെ 4 സൈഡ് ഗ്രീൻ കളറാക്കണം. സോ 2 സൈഡ് ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഇനി മറ്റേ 4-മത്തെയും 3-മത്തെ സൈഡിൽ ഗ്രീൻ കളറാക്കണം. അപ്പോൾ ഇപ്പറും ഗ്രീൻ കളർ വരുന്നില്ല. ഇപ്പറ സൈഡ് ഗ്രീൻ വരുന്നുണ്ട്, ഇപ്പറ സൈഡ് ഗ്രീൻ വരുന്നില്ല. അപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും നടുക്ക് ഗ്രീൻ ഉണ്ടോ നോക്കിയിട്ട് അതിന് കണക്കായിട്ട് ലെവലാക്കിയിട്ട് മുകളിലാക്കണം. അങ്ങനെ 3 സൈഡായി. ഇനി മറ്റേ സൈഡാണെങ്കിൽ ഗ്രീൻ ഓൾറെഡി ആദ്യം കിട്ടിയിട്ടില്ല. അപ്പം നമുക്കിനി ഗ്രീന് വേറെ നമുക്ക് ഇവിടെ നടുക്കുണ്ട്. സോ അത് നമുക്ക് അതിന് കണക്കായിട്ട് ലെവൽ ചെയ്ത് അതിന് കണക്കായിട്ട് മുകളിലേക്ക് ആക്കി കൊടുക്കുക. അതാണ് ഇപ്പുറം വരുന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് ചെരിച്ചിട്ട് അതങ്ങനെ ഫുള്ളായി. അങ്ങനെ ഇപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ നേരത്തെ മറ്റേ ആക്കിയിട്ടില്ലേ ആടെ കണക്കായിട്ട് ഗ്രീൻ കളർ വെച്ച് കൊടുക്കണം. അങ്ങനെ 4 സൈഡ് ഗ്രീൻ കളറായി. സോ ഇനി എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ ഓരോരോ ഗ്രീൻ കളറ് അതിൻ്റെ ബാക്കത്തെ സൈഡ്, അതിൻ്റെ സൈഡത്തെ ഇതുണ്ടല്ലോ, ആ കളറ് ഏൻ്റെ കളറപ്പുറം മാച്ചാകുന്ന നോക്കണം. ഇപ്പോൾ റെഡ് മാച്ചാകുന്നുണ്ട്, അപ്പോൾ അത് നേരെ ഒരു ഉൾട്ട തിരിച്ചു കൊടുക്കണം. ഇനി ഇപ്പുറം യെല്ലോ ആണ്. സോ യെല്ലോന് കണക്കായി ഉൾട്ട തിരിച്ചു കൊടുക്കണം. ഈടെ വൈറ്റിന് കണക്കായിട്ട് ഉൾട്ട തിരിച്ചു കൊടുക്കണം. ഈടിയും അതെ അതിന് കണക്കായി ഉൾട്ട തിരിച്ചു കൊടുക്കണം. അങ്ങനെ തായിൽ നേരെ ഓപ്പോസിറ്റ് പ്ലസ് പോലെ ഫുള്ള് ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഇനി ആ പോർഷൻ താഴേക്ക് വെക്കണം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഇടയിലാണ് ഗ്രീൻ കളറില്ലത് പരത്തണം. അപ്പോൾ ആടെ റെഡ് കളറുണ്ട്. അപ്പോൾ റെഡ് കളറിനാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് മുകളിലേക്കാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വീണ്ടും താഴേക്കാക്കിയാൽ അങ്ങനെ വന്നു. ഇനി വീണ്ടും അതേപോലെ ആക്കിയാൽ തായിൽ ഫുള്ള് ഗ്രീൻ കളർ കവറാവും. അങ്ങനെ ഗ്രീൻ കളർ പരുതി അതിന് കണക്കായിട്ട് മുകളിലേക്ക് തിരിച്ച് താഴേക്ക് ആക്കിയാൽ ഇതുപോലെ ഫുള്ള് ഗ്രീൻ കളർ കിട്ടും. ഇനി അതേ മാത്രമല്ല, ആ ഫസ്റ്റ് ലെയറിൽ എല്ലാ സൈഡും സെയിം കളറായിട്ടുണ്ട്. ഇനി നമ്മളാക്കുന്ന ലക്ഷ്യം നമ്മുടെ 2-മത്തെ സൈഡാണ്, 2-മത്തെ ലെയർ. ഓക്കെ, 2-മത്തെ ലെയറിൽ നമ്മൾ എങ്ങനെ ആക്കുമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2-മത്തെ ലെയർ, ഫസ്റ്റ് ലെയർ അങ്ങനെ ഈസിയായി സിമ്പിളായി. നമ്മൾ 2-മത്തെ ലെയർ ആക്കേണ്ടത് നമ്മൾ മുകളിലേക്ക് നോക്കണം. മുകളിലേക്ക് നോക്കിയിട്ട് അത് നേരെ ഓപ്പോസിറ്റ് ബ്ലൂ കളറാണ്. അപ്പോൾ ബ്ലൂ ഇടയിലാണ് വരുന്നത്, ആടെ പരുതാൻ പാടില്ല, വേറെ സ്ഥലത്താണ് പരുതേണ്ടത്. വേറെ സ്ഥലത്ത് ബ്ലൂ ഇല്ലെങ്കിൽ ആ കളറിന് കണക്കായിട്ട് വേറെ കളർ മാച്ച് ആക്കിയിട്ട് അഥവാ റൈറ്റ് സൈഡ് വരുന്നുണ്ടെങ്കിൽ RU ലെഫ്റ്റ് സൈഡ് വരുന്നുണ്ടെങ്കിൽ LRU എന്നെല്ലാം പറഞ്ഞിട്ട് L'U എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡ് വരണം. അങ്ങനെ റൈറ്റും ലെഫ്റ്റും അങ്ങനെ ആക്കി ഫോർമുല. U' എന്ന് പറഞ്ഞാൽ പൊതുവേ U എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസാണ് തിരിക്കേണ്ടത്. U' എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസാണ് തിരിക്കേണ്ടത്. അതേപോലെ ആക്കിയിട്ട് ഇനി ആ സൈഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അതിന് കണക്കായിട്ട് മുകളിൽ ബ്ലൂ കളർ എവിടെയാണ് വരാത്തത് അതിന് കണക്കായിട്ട് വെച്ച് കൊടുത്താൽ അത് സിമ്പിളായി. അങ്ങനെ നമ്മൾ 2-മത്തെ ലെയറും ഫുള്ളായി. ഇനി നമ്മൾ 3-മത്തെ ലെയർ മാത്രം. ഇത് നമ്മൾ F ഷേപ്പ് പോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഇക്വേഷനാണ് RU R വിചാരിച്ച റൈറ്റ് സൈഡ് തിരിക്കണം. പിന്നെ U എല്ലാം പറയുമ്പോൾ U' എല്ലാം പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. U2 എന്ന് പറയുമ്പോൾ U ക്ലോക്ക് വൈസ് 2 വട്ടം തിരിക്കണം. അതേപോലെ തന്നെ മുകളിൽ പ്ലസ് കിട്ടിയിട്ടുണ്ട്. ആ പ്ലസ് കണക്കായിട്ട് നമ്മൾ അതേപോലെ തന്നെ വീണ്ടും പ്ലസ് കിട്ടാനായിട്ട്, അതുമാത്രമല്ല ഓരോരോ നടുക്കത്തെ ഏരിയാസ് ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കോർണേഴ്സാണ്. കോർണേഴ്സിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഏതാണ് കളർ അപ്പറും ഇപ്പറും എല്ലാവരും മാച്ച് ആവുന്നത് അതിന് കണക്കായിട്ടാണ് നമ്മൾ അടുത്ത ഇക്വേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് നമ്മൾ എവിടെയാണ് മാച്ച് ആവുന്നത് അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കണം. താഴത്തത് അതായത് റൈറ്റ് സൈഡിലത് മുകളിലേക്ക്, വീണ്ടും മുകളിലത്തത് വീണ്ടും റൈറ്റിലേക്ക്, വീണ്ടും താഴത്തത് ലെഫ്റ്റ് മുകളിലേക്ക്, പിന്നെ റൈറ്റ്
നമ്മൾ ആ മുകളിൽ അങ്ങോട്ട് തിരിച്ചത് വീണ്ടും ഇങ്ങോട്ടേക്ക്, പിന്നെ മറ്റേ ലെഫ്റ്റ് തായിലേക്ക്, അങ്ങനെ റൈറ്റും തായിലേക്ക്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ കോർണേഴ്സ് എങ്ങനെയെങ്കിലും ശരിയാവും നോക്കണം. അങ്ങനെ മുകളിൽ തായിൽ ഇങ്ങോട്ടെല്ലാം തിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ ലെവൽ, അതുപോലെ തിരിച്ചാൽ എല്ലാം നല്ല കറക്റ്റാവും. സോ എൻ്റെ കളേഴ്സൊന്നും കറക്റ്റായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കുറേ ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ട്രൈ ചെയ്യണം, എന്നാലേ കിട്ടുമല്ലോ. അങ്ങനെ ഇത് നമ്മൾ ഇവിടെ മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, ബ്ലൂ ഇപ്പുറം, വൈറ്റ് ഇപ്പുറം, ഓറഞ്ച് ഇപ്പുറം, അങ്ങനെ അത് മാത്രം മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതുപോലെ കൊടുക്കണം. റൈറ്റ് മുകളിൽ, ലെഫ്റ്റ് തായിൽ, റൈറ്റ് തായിൽ മുകളിൽ, ലെഫ്റ്റ്, അങ്ങനെ ഒന്ന് കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കറക്റ്റായി. ഇനി ഈ രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ, അത് രണ്ട് കോർണേഴ്സ് കറക്റ്റാണ്. അപ്പം നമ്മളത് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കണം. തായിൽ, പിന്നെ ലെഫ്റ്റ്, മുകളിൽ, റൈറ്റ്, വീണ്ടും തായിൽ, ലെഫ്റ്റ്, മുകളിൽ, റൈറ്റ്, തായിൽ, ലെഫ്റ്റ്, മുകളിൽ, റൈറ്റ്. മുകളിൽ ബ്ലൂ വരുന്നവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ചെയ്യണം. തായിൽ, ലെഫ്റ്റ്, മുകളിൽ, റൈറ്റ്, തായിൽ, ലെഫ്റ്റ്, മുകളിൽ, റൈറ്റ് ആയാൽ രണ്ട് സൈഡും ആയ നമ്മളെ റുബിക്സ് ക്യൂബ് റെഡി.